2 ദിവസം മുമ്പേ ഒരു ചളിയിൽ കൂടി കയറിയാണ് ഈ കാണാനുള്ളത്. ബട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ, ഈ ബ്രഷെല്ലാം യൂസ് ചെയ്താൽ നമുക്ക് ഈ ഇടയിലേക്കുള്ള പിന്നെ മഡൊക്കെ കളയാൻ പറ്റും. പല്ലിയൊക്കെ മാത്രമല്ല, പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു വ്യത്യാസമായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. വിറ്റാമിൻ സി ഫോമിങ് ഫേസ് വാഷാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ വണ്ടി കഴുകുന്ന ഷാമ്പു ഒഴിച്ച് നല്ല കോൺസെൻട്രേറ്റഡ് ആയ ഷാമ്പു ആണ്. അപ്പോൾ ഇത് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ഫോം വരും. എൻ്റെ ഹാക്കെല്ലാം പഠിച്ചല്ലേ? അതെ, ഇതൊക്കെ പഠിച്ചോ. ആണെങ്കിൽ ഈ ഷാമ്പു തന്നെ വാങ്ങിയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ യൂസ് ദിസ് ഫോർ ബൈക്ക് വാഷ്. ദിസ് ഇസ് നോട്ട് എ ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോഷൻ, ബട്ട് നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാം. അവിടെ ഇത് നോക്കടാ, ചൂടുള്ള ചളി നോക്കടാ. ഇതെങ്ങനെ ബ്രോ ഉണ്ടാക്കുന്നത്? ശരിയിട്ട് കഴിയുന്ന അമ്മയുണ്ടാവും. കണ്ണനോട് ആ പാട്ട് ഇത് തമ്മിൽ എന്ത് ബന്ധം? വേറെ പാടില്ലേ? അത് മറ്റേത് അതാണോ? അതുമല്ല, പിന്നെ ഈ വണ്ടി കഴുകുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു സംഭവം എന്തായിരുന്നു? ടയറും വണ്ടിയിലെ ഒരു ഭാഗമാണ് അല്ലേ? ചിലന്മാർ ബോഡി മാത്രം കഴുകും. അതാണെങ്കിൽ കുളിക്കുമ്പോൾ ബോഡി മാത്രം കഴിയിട്ട് തല കഴുകാണ്ടിരിക്കുമോ? ഇല്ല. പ്രത്യേകിച്ച് ഈ ഒരു N160 ഉള്ളവരുടെ അഭിപ്രായങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിന്? അല്ല, എത്ര പെട്ടെന്ന് ചളി പിടിക്കുന്ന ആ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതാണ്. 2 ദിവസം മുമ്പ് കൊടുക്കാൻ പറ്റുമോ? ഇത് ഭയങ്കര ഒരു അഹങ്കാരമായി പോയിരുന്നു. ഒരു ചളി കാണുമ്പോൾ പൾസറിന്റെ പരസ്യം കാണിക്കാൻ ശ്രമിച്ചതാണ്, പൾസർ മാനിയ. പക്ഷെ അതങ്ങനെയല്ല. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ ആ ചളിയിലെ, അതായത് പിന്നെ എന്താ, ആ ഒരു ചളിക്കുളത്തിന്റെ പുറത്ത് കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹണ്ടർ, ഒരു പാഷൻ പ്രോ, വേറെ കുറെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചൊരു മെയിൽ അഡ്വഞ്ചർ കാണിക്കാൻ വേണ്ടി സൈഡിലെ വേറെ റൂട്ട് എടുത്ത. പക്ഷെ മറ്റെന്താ ലക്കി നമ്മൾ മെയിലേക്കോ? അതെ, എൻ്റെ മെയിലേക്ക് ഹേർട്ടായിപ്പോൾ. പക്ഷെ വണ്ടി പോയിന് കേട്ടോ. വണ്ടി ഒരു അതാണല്ലോ കാണാനുള്ളത്. ചെറുതായിട്ട് പിന്നാമ്പുറം കഴുകളായി. ഇത് ഫസ്റ്റ് വാഷാണ് കേട്ടോ. ഒന്നും കൂടി ചെയ്യേണ്ടി വരും, കാരണം അത്രയും ചളിയുണ്ട്. ഒന്നും കൂടി ഇന്നുണ്ട് ചെയ്യേണ്ടി വരും. അത് നോക്ക്, അതൊന്നും പോയിട്ടില്ല. ഈ വെള്ളം ഓഫാക്കിയിട്ട് ആദ്യം ഒന്നും കൂടി കഴുകാം. ആനേനെ കുളിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലേ? ആനയാകുമ്പോൾ ആനേനെ കാണാൻ മെഴുക്കാണല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കൈ പോകണ്ടേ. അത് വീടെല്ലാം ഇനിയും ചളി പോലും പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അത്രയും നമ്മ ശ്രദ്ധിച്ച് തന്നെ കഴിയണം. ഷോക്കെല്ലാം ഇനി ഒന്നും കൂടി തുടക്കാമല്ലോ. ഈ ഷുണ്ടർ ബെല്ലി ഈടുണ്ടെങ്കിൽ നന്നായിരുന്നു അല്ലേ? ഷുണ്ടർ ബെല്ലിനെ കൊണ്ട് ഒരു തരം ബുദ്ധിമുട്ട് തന്നെ. ഗ്രൗണ്ട് ക്ലിയറൻസാ നോക്ക്. ഒരു എത്ര ഉണ്ടാവും? ഒരേ ഇതുണ്ടോ? ഒരു കൈ കുറച്ചും കൂടി ഇത് ഇങ്ങനെ ഇങ്ങോട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ. നമ്മൾ വെള്ളത്തിലെല്ലാം പോകുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതെ, നമ്മ വെള്ളത്തിൽ പോകുന്നതാണ് ഈ കാണാനുള്ളത്. അടിയെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. വാവ്, ഓഫ് റോഡ് അതെ, ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടി കൂടിയാണിത്. കാരണം ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് ഈസ് സോ ഗുഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് റോഡൊക്കെ പോകാം. പക്ഷെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കഴുകണം. ഇതുപോലെ കഴുകേണ്ടി വരും. അപ്പം ബ്രേക്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പല്ല് തേക്കുന്ന പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇറക്കണം, എന്നാലേ അവിടുത്തെ ചളിയൊക്കെ പോകും. എല്ലാ പ്രാവശ്യവും ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നു ഈ ബ്രേക്കിന്, ഈ ബാക്ക്. വേറെ വണ്ടിക്കൊന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. N160 ഓണേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്സ്. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഇതിന്റെ ബ്രേക്ക് എവിടെ? ഫുള്ള് ചളിയാട്ടോ. പിന്നെ അപ്രോച്ച് ഉണ്ടാവല്ലോ. വണ്ടി ഒന്ന് തിരിച്ചിട്ട് ഈ സൈഡ് ഏകദേശം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് കാണാം. ചളിയുണ്ട്, ആ വെള്ളത്തേക്കുണ്ട്. പക്ഷെ ഇതാണ് ശരിയായ പ്രഹസനം. ഇതായിരുന്നു നമ്മുടെ പ്രഹസനം.
വീടാലും ഈ ചേരി കൊണ്ടൊന്നും കൊടുക്കാമല്ലോ, പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ പ്രൊഡക്റ്റ് ഇത് കാണിക്കും, ഇത് തേങ്ങയുടെ ചേരിയാണ്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ചകിരി എന്നും ചേരി എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് കമന്റിലോ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സൈലൻസർ ഇങ്ങനെ തുറപ്പിക്കുന്നതാണ്. അപ്പോൾ വണ്ടി രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞിട്ടില്ല. വണ്ടി വാങ്ങിയിട്ട് ഇല്ല തോന്നുന്നു. മഴക്കാലത്ത് തന്നെ എടുത്തുകൊണ്ടോ അറിയില്ല, ഇങ്ങനെ നല്ല തുരുമ്പാണ്. ഇഫ് എനിവൺ ഹാവ് എനി സജഷൻ ഇതെങ്ങനെ കളയാന്നുള്ളത് പ്ലീസ് കമന്റ് ബിലോ അല്ലേ? അതെ, പക്ഷെ ഓരോ സമയത്തും ഇത് തുരുമ്പ് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അതെ, ഇനി വേനൽക്കാലം ആകുമ്പോൾ കുറയുമോ? കുറയില്ലല്ലോ, കുറയാൻ ചാൻസില്ല. മതി മതി, ഇനി ഒരൊറ്റ തൊടാം. പൊടി പൈപ്പിൻ്റെ ഹാക്ക് കാണിച്ചോടോ. ഇതാണ് പൈപ്പ് ഹാക്ക്. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പൈപ്പ് കൂടി ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. വെള്ളം ആവശ്യം വേണ്ടി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ആരും പറഞ്ഞു, ആവശ്യം കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് ഇവിടെ അല്ലേ ഇൻസേർട്ട് ചെയ്യാം. ഒരാളും പറഞ്ഞില്ല. വെരി പ്രിമിറ്റീവ് ടെക്നിക്സ്. പണ്ട് കാലത്തെ ആൾക്കാർ വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ബ്ലോഗർ കാള വണ്ടിയൊക്കെ വേറെ ഏതെങ്കിലും യൂട്യൂബ് ബ്ലോഗർ ഇത് പറഞ്ഞു തരുന്നുണ്ടോ? അവരൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതെ, നമ്മൾ ബാക്കിലാണ്. വളരെ ചീപ്പായിട്ടുള്ള ബെസ്റ്റ് ഐഡിയാസ് ആണ് പറഞ്ഞത്. ഒന്ന് പറ്റുന്നവരുടെ എന്തെങ്കിലും പൈസ ഡൊണേറ്റ് ചെയ്യുക. അതെ, കമൻറ്റിൽ പൈസ ഡൊണേറ്റ് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ മെത്തേഡ് യൂസ് ചെയ്യാനുള്ളത്. വളരെ പുവർ പീപ്പിൾസാണ്. അപ്പോൾ നമ്മളെ പകുതി പണി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ലുക്സ് ക്ലീൻ, പക്ഷെ നല്ല വണ്ടിയാണ് കേട്ടോ. 150 cc ഐ ഹൈലി സജസ്റ്റ്. ലുക്കിന് ലുക്ക്. അവസാനത്തെ ഒരു കുളിപ്പിക്കലാണ്. ഈ വീഡിയോ കൊണ്ട് എത്ര ആൾ മോട്ടിവേറ്റഡ് ആയിട്ട് വണ്ടി കഴുകി എന്നുള്ളത് നമ്മൾ അറിയിക്കണം. പ്ലീസ് കമൻറ്റ് ചെയ്തോ. ഇത് കണ്ടിട്ട് ചിലപ്പം പിന്നെ ഇത്രയും സമയം കഴുകണമെന്ന് വിചാരിച്ചിട്ട് കഴുകാൻ പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയവരും കമൻറ്റ് ചെയ്യും. അതെ, കുറേ അധികം മടിയന്മാരുണ്ടാവും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പറയാം, റൈറ്റ് സൈഡ് ഗൈസ്. ഇയാൾക്ക് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തേളിനെ കിട്ടി. അതെ അതെ, അപ്പം ഈ മഴക്കാലത്ത് ഹെൽമെറ്റ് ഊരിയിട്ട് എവിടെയെങ്കിലും വെക്കുന്നവന്മാർ ശ്രദ്ധിക്കുക. ഞാൻ വേണമെങ്കിൽ തേള് കാണിക്കണം. അത് ഇവിടെ ഇല്ല, അത് ഒരു മീഡിയം സൈസുള്ള തേള്. ഡേഞ്ചറസ് ആണ് കൈ. എല്ലാവരും ഹെൽമെറ്റെല്ലാം തട്ടിയിട്ട് ഇടുക. ഉടനെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഷൂവിൻ്റെ ഉള്ളിലാണല്ലോ. ഇതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ്. ചിലപ്പോൾ അതിഥികളെല്ലാം ഉണ്ടാവും. അതെ,